ഹലോ ഗൈസ്, ടർക്കിയിലേക്ക് ഒരു ട്രിപ്പ് പോയതുകൊണ്ട് എനിക്ക് രാജ്യദ്രോഹി എന്ന പട്ടം കിട്ടിയത് ഞാൻ കഴിഞ്ഞ ദിവസം വീഡിയോ പോസ്റ്റ് ചെയ്തിരുന്നു. അപ്പോൾ ഇത് അതിൻ്റെ ബാക്കി വീഡിയോ ഒന്നുമല്ല, എനിക്ക് അതിനെക്കുറിച്ച് സംസാരിക്കാൻ താല്പര്യമില്ല. പക്ഷേ അതുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങൾ പറയാനാണ്. ഇനിയും ടർക്കിയിലേക്ക് പോകാൻ വേണ്ടിയിരിക്കുന്ന ഇന്ത്യൻസിന് വേണ്ടിയുള്ള വീഡിയോ ആണ്. ഞാൻ ഒരു ഇന്ത്യക്കാരനാണ് എന്ന പേരിൽ എനിക്ക് ടർക്കിയിൽ ഒരു മോശം അനുഭവം ഉണ്ടായിട്ടില്ല. പക്ഷേ അനുഭവം ഉണ്ടായിട്ടുണ്ട് ആസ് എ ടൂറിസ്റ്റ്. അത് എനിക്ക് മാത്രമല്ല, എൻ്റെ കൂടെ ഉള്ള ബാക്കി ഫോറിനേഴ്സിനൊക്കെ ഉണ്ടായിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇന്ത്യക്കാർ എന്ന പേരിൽ എനിക്കൊരു മോശം അനുഭവം അവിടെ ടർക്കിയിൽ ഉണ്ടായിട്ടില്ല. ഇന്ത്യക്കാരനായതുകൊണ്ട് എനിക്ക് ചില നല്ല അനുഭവങ്ങൾ അവിടെ ഉണ്ടായിരുന്നു. അതുകൂടെ പറയാൻ വേണ്ടിയാണ് വന്നത്. നമ്മൾ ഇസ്താംബൂളിൻ്റെ സ്ട്രീറ്റിലൂടെ നടക്കുന്ന സമയത്ത് നമ്മളൊരു കട കണ്ടു. ആ ഷോപ്പ് എന്ന് വെച്ചാൽ ഇസ്താംബൂളിൻ്റെ ട്രഡീഷണൽ ലൈറ്റ്സ് ഒക്കെ വിൽക്കുന്ന, ലാൻറ്റേൺസ് ഒക്കെ വിൽക്കുന്ന ഒരു ഷോപ്പാണ്. ഭയങ്കര ബ്യൂട്ടിഫുൾ ഒരു ഷോപ്പായിരുന്നു. അപ്പോൾ ഞങ്ങൾ നോക്കിയപ്പോൾ അതിൻ്റെ മുന്നിൽ ഫോറിനേഴ്സൊക്കെ വന്ന് ഇങ്ങനെ നോക്കിയിട്ട് തിരിച്ചു പോവുകയാണ്. അവർ അകത്തേക്ക് കയറുന്നില്ല. ഞങ്ങൾ പോയി ജസ്റ്റ് നോക്കിയപ്പോൾ ആ കടയ്ക്കകത്തൊരു ബോർഡ് വെച്ചിട്ടുണ്ട്. ആ ബോർഡിൽ എഴുതിയേക്കുന്നത് ഫോട്ടോ എടുക്കണമെങ്കിൽ 10 യൂറോ കൊടുക്കണമെന്നാണ്. 10 യൂറോ. അപ്പോൾ അത് കണ്ടിട്ടാണ് ഇവർക്ക് തിരിച്ചു പോകുന്നത്. നമ്മളിങ്ങനെ ജസ്റ്റ് നോക്കിയിട്ട് ഓക്കെ എന്നാൽ പോയേക്കാതെ നമ്മളിങ്ങനെ തിരിഞ്ഞപ്പം ഒരു സ്റ്റാഫ് നമ്മളെ അകത്ത് നിന്ന് ഇങ്ങനെ വിളിച്ചിട്ട് ചോദിച്ചു, വേറെ അറിയിപ്പം നിങ്ങൾ എവിടെ നിന്നാണ് ചോദിച്ചു. അപ്പം ഞങ്ങൾ പറഞ്ഞു ഞാൻ ഇന്ത്യയിൽ നിന്നാണെന്ന് പറഞ്ഞു. അപ്പോൾ അവർ പറഞ്ഞു കം ഇൻസൈഡ്, അകത്തേക്ക് വരാൻ പറഞ്ഞു. ഞാൻ പറഞ്ഞു ഞാനൊന്ന് മേടിക്കുന്നില്ലെന്ന് പറഞ്ഞു. അപ്പോൾ പുള്ളി പറഞ്ഞു കുഴപ്പമില്ല, നിങ്ങൾക്ക് ഫോട്ടോ വീഡിയോ ഒക്കെ എടുക്കണമെങ്കിൽ എടുത്തോളാൻ പറഞ്ഞു. ഓൺലി ഫോർ യു, നിങ്ങൾ എടുത്തോളാൻ പറഞ്ഞു. അപ്പോൾ ഞങ്ങളപ്പോൾ അവിടെ നിന്ന് ഫോട്ടോ വീഡിയോ ഒക്കെ എടുത്തു. പിന്നെ ഈ പുള്ളിക്ക് ഒരു താങ്ക്സ് പറയണമല്ലോ. അപ്പോൾ നമ്മൾ താങ്ക്സ് പറയാൻ വേണ്ടി ചെന്ന് പുള്ളിക്കാരനെ പരിചയപ്പെട്ടപ്പം ഈ സ്റ്റാഫ് ഒരു പാകിസ്ഥാനിയാണ്. പുള്ളിക്കാരൻ ടർക്കിയിൽ വന്നിട്ട് ജോലി ചെയ്യണം. അപ്പോൾ ഇതൊരു അനുഭവമാണ്. രണ്ടാമത്തേത്, ഞങ്ങൾ ടർക്കിയിലേക്ക് വന്ന് ഇറങ്ങിയ സമയത്ത് ഫസ്റ്റ് ഡേ നമ്മൾ വന്ന് ഇറങ്ങിയിട്ട് എയർപോർട്ടിൽ നിന്ന് പുറത്ത് വന്നപ്പോൾ നമ്മൾ ബസ് സ്റ്റോപ്പിൽ നമ്മൾ കുറച്ച് കൺഫ്യൂസ് ആയിരുന്ന സമയത്ത് ഒരു പുള്ളി നമ്മുടെ അടുത്ത് വന്നിങ്ങനെ ചോദിച്ചു. പുള്ളിക്കാരൻ പരിചയപ്പെട്ടു. കംപ്ലീറ്റ് സ്ട്രേഞ്ചറാണ് പുള്ളി. നമ്മൾ ഇങ്ങോട്ടൊന്ന് പരിചയപ്പെട്ടിട്ട് പറഞ്ഞു പുള്ളി എനിക്കൊന്ന് അഫ്ഗാനിസ്ഥാൻ, അസർബൈജാൻ ആ ഭാഗത്ത് എവിടെ വേണം, പക്ഷേ താമസിക്കുന്നത് ലണ്ടനിലാണ്. അപ്പം പുള്ളി ഇടയ്ക്കിടയ്ക്ക് ടർക്കി വിസിറ്റ് ചെയ്യാറുണ്ട്. അപ്പം ഫസ്റ്റ് ടൈം വന്നപ്പോൾ പുള്ളിക്കാരനെ കുറേ പേരുടെ പറ്റിച്ചു. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ആ പറ്റരുതെന്ന് പറഞ്ഞിട്ട് പുള്ളി നമ്മളെ കുറേ ഹെൽപ്പ് ചെയ്തു. കറക്റ്റ് ബസ് പറഞ്ഞു തന്നു, എന്തൊക്കെ കാര്യങ്ങൾ അവിടെ ചെയ്യണമെന്ന് പറഞ്ഞു തന്നു. ഈവൻ ഞങ്ങളുടെ പെട്ടി വരെ എടുത്തിരിക്കാൻ പുള്ളി സഹായിച്ചു. ജസ്റ്റ് എ റാൻഡം പേഴ്സണാണ് ഫ്രം സംവെയർ. അത് എല്ലാം മനുഷ്യന്മാരുണ്ട്, എന്നാൽ മനുഷ്യന്മാരായിട്ട് കണക്കാക്കാൻ പറ്റാത്ത ആളുകളുമുണ്ട് എന്ന് വെച്ചുകൊണ്ട് ആ രാജ്യത്തെ ആളുകൾ മൊത്തം നല്ലൊരാന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ ഇങ്ങനത്തെ എക്സ്പീരിയൻസ് ഉണ്ട്. എന്നാൽ മോശം അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അവിടുത്തെ ബസ് ഡ്രൈവർമാരെന്നും അതുപോലെ ടാക്സി ഡ്രൈവേഴ്സിനൊക്കെ മോശം അനുഭവം ഉണ്ടായിട്ടുണ്ട്. ആസ് എ ടൂറിസ്റ്റ് നമുക്കുണ്ടായിട്ടുണ്ട്. അതുമായിട്ട് ബന്ധപ്പെട്ട ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, നമ്മളൊരു പബ്ലിക് ട്രാൻസ്പോർട്ട് ബസ്സിൽ കയറി, നമ്മളവിടെ കയറി ഇരുന്ന സമയത്ത് 2 ടൂറിസ്റ്റുകളാണ്, 2 ഫോറിനേഴ്സാണ്. അപ്പോൾ അവർ ബസ്സിൽ കയറിയിട്ട് ടാപ്പ് ചെയ്തിട്ട് നോക്കി. ടിക്കറ്റ് എടുക്കാൻ വേണ്ടി നമ്മൾ ടാപ്പ് ചെയ്യില്ല. അപ്പോൾ അവരുടെ കാർഡ് ടാപ്പ് ചെയ്തിട്ട് വർക്കായില്ല. അപ്പോൾ ഈ ഡ്രൈവർക്ക് ഇംഗ്ലീഷ് പറയാൻ പാടില്ല. അപ്പോൾ ഈ ഡ്രൈവർ എന്തൊക്കെയോ ഇവരെടുത്ത് ചൂടാവുന്നുണ്ട്. ഈ ടാപ്പ് ചെയ്തിട്ട് വർക്കാവുന്നില്ല. അപ്പം ആ സമയത്ത് ഈ ടൂറിസ്റ്റുകൾ ഒന്ന് പാനിക്കായിട്ട് നിൽക്കുകയാണ്. ആ സമയത്ത് ആ ബസ്സിൽ തന്നെയുള്ള ഒരു ലോക്കൽ ടർക്കിഷുകാരനാണ്, ലോക്കൽ ഒരു പുള്ളിക്കാരൻ വന്നിട്ട് പുള്ളിയുടെ കാർഡ് വെച്ചുകൊണ്ട് 2 പേർക്കും ടിക്കറ്റ് ടാപ്പ് ചെയ്തെടുത്തിട്ട് കയറി പൊക്കോളാൻ പറഞ്ഞു. ഇത് ഇവർ പുള്ളിക്ക് പൈസ കൊടുക്കുന്നതിനും പുള്ളി മേടിച്ചില്ല. അനുഭവമാണ് എന്ന് വെച്ചുകൊണ്ട് അവിടുത്തെ എല്ലാ ആളുകളും അടിപൊളിയാണെന്ന് ഞാൻ പറയത്തില്ല, ആ കൺട്രി അടിപൊളിയാണെന്ന് ഞാൻ ഫുള്ളി പറയത്തില്ല. പക്ഷേ എല്ലായിടത്തും മനുഷ്യന്മാരുണ്ട്. അപ്പം ഇതൊക്കെ നമ്മൾ യാത്രകൾ ചെയ്യുമ്പോൾ കിട്ടുന്ന ഓരോരോ എക്സ്പീരിയൻസുകളാണ്.